നിക്ക്, നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. പോണവൻ രാമഭദ്രൻ തല്ലിയവൻ. പിടിച്ചോ പിടിച്ചോ. മതിലൂടെ കൊണ്ട് കെട്ടിയ പണ്ട. ജെട്ടി മാറിയിട്ട് സൂപ്പർമാന്റെ ജെട്ടി ഇട്ട ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. ഈ സൈക്കിൾ ഹെർക്കുലിസാ റാലിയ? ആളുകൾ പുറകെ വരുന്നുണ്ടില്ല. റാലിയ സൂക്ഷിച്ചിരുന്ന ആക്സിഡന്റ് ഉണ്ടാവും. പോവാ. നിനക്ക് അങ്ങനെ മനസ്സിലായി? കാവടി കളിച്ചു പോയ ആളാ ട്രാജഡി ആയിട്ട് കിടക്കണ കണ്ടില്ലേ? ഓ, റബ്ബർ വെട്ടി പാൽ ഒഴുകണ പോലല്ലേ ചോര ഒഴുകണത്. എടുത്തോ എടുത്തോ എടുത്തോ, എടുക്കടോ. കേറ്റി 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 ൊക്കെ മാക്സിമം തിരിഞ്ഞേക്കുന്നത്. നാട്ടുകാര് കമ്പിപ്പാരൊക്കെ കുത്തി മറിച്ചിട്ടേക്ക. അയ്യോ, ഈ പ്രാക്ക് കൊണ്ടൊന്നും ഞാൻ വീടില്ല. തീ തിരിതുറങ്ങിട്ടേ കൊല്ലം കൊറേട്ടാ. ഇതിന്റെ കോൺഫിഡൻസ് അല്ല, അഹങ്കാര. വണ്ടി എങ്ങോ പോയി ഇടിച്ചു. എവിടെ നോക്കിയാണ് വണ്ടി ഓടിക്കുന്നത്? ദൈവമേ, ഈ വണ്ടിക്ക് ഡ്രൈവർ ഇല്ലേ? അയ്യോ, ഇതിന് എഞ്ചിനും ഇല്ലേ? ഇല്ല, ബോഡി മാത്രം. Hey, hello guys, it's me, VazhiPokkan. ഗൈസ്, ഞങ്ങളിന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ട്രിവാൻഡ്രം ജില്ലയിലെ വെള്ളറടയിലുള്ള മാതാമല എന്ന് പറഞ്ഞൊരു സ്പോട്ടിലാട്ടോ. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സ്റ്റോറി കണ്ടിട്ട് അവൻ്റെ അടുത്ത് ചോദിച്ച് സ്ഥലമൊക്കെ തപ്പി കണ്ടുപിടിച്ചിട്ട് പോവാണ്. ഓഫ് റോഡ് എങ്ങനെ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല കേട്ടോ, കാരണം ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആരും അവിടെ പോയിട്ടില്ല. ഇന്ന് നമ്മളവിടെ ഓഫ് റോഡിങ്ങിന് ലൂപ്സനലുണ്ട്. അപ്പോൾ ആളെ രാവിലെ വിളിച്ചു വരുത്തിയിട്ട് നെടുമങ്ങാട് പോസ്റ്റാക്കി ഇരുത്തിയേക്ക് കേട്ടോ. ഏകദേശം 1 മണിക്കൂറായി ഇപ്പോൾ പോസ്റ്റാക്കിയിട്ട്. എത്ര പെട്ടെന്ന് നെടുമങ്ങാട് എത്തണം. അപ്പൂപ്പൻ്റെ അടുത്ത് മാതാമല എവിടെയാണെന്ന് ചോദിക്കാൻ വേണ്ടി നിർത്തി കേട്ടോ. അപ്പോൾ വഴിയൊക്കെ പറഞ്ഞു തന്നു. ഒരു കാര്യവും കൂടെ പറഞ്ഞു, മക്കളെ വണ്ടിയും കൊണ്ടൊന്നും അവിടെ ആരും പോകത്തില്ല, നിങ്ങൾ നടന്നു പോയാൽ മതി, വണ്ടിയൊക്കെ താഴെ വെച്ചിട്ട് നടന്നു പോയാൽ മതി എന്ന്. പക്ഷേ അപ്പൂപ്പന് നമ്മളാരാന്ന് മനസ്സിലായിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് സ്ഥലം കറക്റ്റ് ഞാൻ പറഞ്ഞു തരാം. അതായത് നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ തെക്കൻ കുരിശുമല എന്ന് പറഞ്ഞിട്ട് ലൊക്കേഷൻ ഇട്ട് വരിക. അപ്പോൾ ദാ ഇവിടെ എത്തും. ഈ പള്ളിയുടെ അവിടെ നിന്ന് കുരിശുമലയിലേക്കുള്ളൊരു ആർച്ചുണ്ട്. ആ ആർച്ചിൻ്റെ അകത്തോട്ടുള്ള റോഡ് കയറി പോവുക. ആ ഒരു റോഡ് കയറി വരുമ്പോൾ ഇടത് സൈഡിനായിട്ട് വീണ്ടും ഒരു ആർച്ച് കാണും. അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങുക. അപ്പം പൊളിക്കല്ലേ. അവിടെ വന്ന വഴി കണ്ടോ, ഇത് ഹെവി ആട്ടോ. നമ്മുടെ ഹിമാലയൻ്റെ ക്ലച്ച് താങ്ങിയിട്ട് ക്ലച്ച് കുറച്ച് കരിഞ്ഞു പോയി കേട്ടോ. അങ്ങനെ നിർത്തിയേക്കുക. ഇനി നമ്മുടെ 2 എക്സ്പെൽസ് കൂടെ ഉണ്ട്. ആസിഫേ എങ്ങനെയുണ്ട്? അവിടെ കണ്ടോ, അവിടെ അക്രമം നടന്നിരിക്കുക. നെക്സ്റ്റ് വൺ അടുത്ത കപ്പടിച്ചേട്ടാ. ഇത് ഹെവി ആട്ടോ. ട്രിവാൻഡ്രം ജില്ലയിലെ ഒരു എക്സ്ട്രീം ഓഫ് റോഡ് എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ ട്രിവാൻഡ്രത്തും ആ കൊല്ലത്തൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും ഒരു തവണ വന്ന് നോക്ക് കേട്ടോ. കൊല്ലത്തുനിന്നല്ല, എവിടെ ആണെങ്കിലും ഒന്ന് വന്ന് നോക്ക്. നമ്മുടെ ഇടുക്കിയിലേക്കൊരു വൈബുണ്ട് കേട്ടോ. ഫുള്ള് കാടും, ഇടയ്ക്ക് മഴ പെയ്യുന്നതുകൊണ്ട് കോടയൊക്കെ കയറി വരും. ആൻഡ്
നൈസായിരിക്കും. ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ ഈ റൂട്ട്. മേളിലോട്ട് എത്ര ഉണ്ടെന്നോ എങ്ങനെയാണെന്നോ ഒന്നും അറിയത്തില്ല. ഫസ്റ്റ് ടൈമാണ് എല്ലാവരും, അതുകൊണ്ട് ഒന്നും അറിയത്തില്ല. നമുക്ക് നോക്കാം. കേട്ടോ എക്സ്പെൻസൊക്കെ ഇവിടെ ഉണ്ട്. അത് തന്നെ നമ്മളാരും വരില്ല. സെറ്റ് കയറിക്കോ. എന്നോ സനന്തുകൊണ്ട് ആസ്ബർഗ എന്തൊരു സാധനം പോയിട്ടുണ്ട്. നടു പോയിട്ടുണ്ട് ചേട്ടാ. എന്തോ ചെയ്യും സാധനം അവിടെ കിടക്കുന്നേ ഉള്ളു. ഗൈസ് നമ്മുടെ ഇന്നത്തെ മെക്കാനിക്കാണ് കേട്ടാ. പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വണ്ടിക്ക് ഫുൾ പണികൾ ഇപ്പോൾ കയറുന്ന വഴിക്ക് ഫുള്ള് പണികളാണ്. അപ്പോൾ മെക്കാനിക്ക് പണികളൊക്കെ ചെയ്ത് സെറ്റാവും. ഇതൊരു മെക്കാനിക്കാണ്, കാറ് മെക്കാനിക്കാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ടൂൾസ് എല്ലാം ഉണ്ട്. അത്രേ ഉള്ളു. സൂപ്പർ മല്ലൻ. കുറച്ചിങ്ങോട്ട് കയറിയതിൻ്റെ വോയിസ് ഒന്നും കിട്ടിയില്ല കേട്ടോ. എന്തായാലും ഇനി അങ്ങോട്ട് കയറാൻ പോവാണ്. നല്ല കുറേ കപ്പുകൾ കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഗായ്സ്,
ഓക്കെ ആണോ? അമ്മച്ചേ, അയ്യോ, ഞാൻ വന്നപ്പോൾ കുറച്ച് ഭാഗത്ത് ഫുട്ടേജിൻ്റെ ഓഡിയോ ഒന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ആ ഓഡിയോ ഇല്ലാത്ത ഭാഗത്തൊക്കെ നല്ല അടിപൊളി വീഴ്ചകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവസാനം എന്താ നമ്മളിവിടെ എത്തിയേട്ടോ. എനിക്കൊരു സ്ഥലം കൂടെ ഉണ്ട്. ഇത് ഒട്ടും കയറുന്നില്ല കേട്ടോ. ആസിഫ് അങ്ങോട്ട് പോയി. ഇതെന്ന് പറഞ്ഞാൽ എന്താ, ഇത് കണ്ടോ, ഇത് വണ്ടി പുതഞ്ഞു പോവുക, വണ്ടി കയറുന്നില്ല, അങ്ങനത്തെ ഒരു സ്ഥലമാണ്. പിന്നെ ഇവിടെ സാധാരണ എല്ലാവരും താഴെ വണ്ടി വെച്ചിട്ട് നടന്നു പോവാറ്. നമ്മൾ ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് പോകാൻ പോവാട്ടോ. നമ്മളിവിടെ വണ്ടി വെച്ചിട്ട് പോയി നോക്കാം എന്താണെന്ന്. മഴ ഇങ്ങനെ ചാറ് നിൽക്കുന്നുണ്ട് കേട്ടോ. വൈബായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതാ വരുന്ന ഇത് കണ്ടോ, ഇത് മൂന്നാറോ വാഗമണോ ഇടുക്കിയൊന്നുമല്ല, നമ്മുടെ സ്വന്തം ട്രിവാൻഡ്രമാണ് കേട്ടോ. അയ്യോ, വൈബാണ് കേട്ടോ. താളന്നിട്ട് അടപ്പളവി, ഒരു ചാറ്റൽ മഴയും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് അത്രയ്ക്ക് ക്ഷീണിച്ചില്ല. വെയിലാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ തളർന്ന്, ഞാനൊക്കെ ആണെങ്കിൽ തളർന്ന് അവിടെ വീഴും, അതേപോലെ ആവും കേട്ടോ. എന്തായാലും ചാനൽ പ്രോ എല്ലാവരും കയറി വൈബായിട്ടുണ്ട്. മഴ നോക്കി, അയ്യോ, സെറ്റ് കേട്ടോ. ഞങ്ങൾ ഇവിടെ ഒന്ന് ചില്ല് ചെയ്യാട്ടോ. അടിപൊളിയാ ക്ലൈമറ്റൊക്കെ. എല്ലാവരും റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് വൈബായിട്ട് നിൽക്കുന്നുണ്ട്. ആ മല നോക്കിയേ, അത് വേറെ മല കേട്ടോ. അത് കുരിശുമല എന്ന് പറഞ്ഞിട്ട് മല. ഇത് വേറെ, ഇവിടെ ഒരു വേറെ മല ഉണ്ട്. നിങ്ങൾക്ക് ട്രക്കിങ് ഇഷ്ടമാണെങ്കിൽ വന്നിട്ട് ഇതിലേക്കൂടെ വീണ്ടും കയറി പോകാൻ കേട്ടോ. ഇവരിപ്പോൾ പോവും. ആൻഡ് നൈസ് സ്ഥലം, നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഓഫ് റോഡും ട്രക്കിങ് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഇവിടെ വരിക, ഉറപ്പായിട്ടും വന്ന് നോക്കുക, അടിപൊളിയായിരിക്കും. സോ കണ്ടില്ലേ, അവന്മാരങ്ങ് പോയ കേട്ടോ. അവിടെ വേറെ ലെവൽ വൈബായിരിക്കും. പക്ഷേ നടക്കാൻ വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെയും ലെവൽ വൈബാട്ടോ. ഇവിടെ എത്തിയ സീനാണ്. അവിടെ നടന്നിരിക്കുന്നുണ്ടോ, നൈസ് പ്ലേസ്, അടിപൊളി ഗൈസ്. അതാ കണ്ടില്ലേ, ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്തുനിന്ന് പോകാൻ പോവാണ്. എല്ലാവരും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് പോവാം, അല്ല നമ്മൾ പോകാൻ പോവാണ്. ഒരുപാട് നേരം ഇവിടെ ടൈം സ്പെൻഡ് ചെയ്തു. വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾ വരികയാണെങ്കിൽ വന്നിട്ട് കുറച്ച് സ്ഥലം ട്രക്ക് ചെയ്ത് വരാനുണ്ട് കേട്ടോ. ട്രക്ക് ചെയ്തിട്ട് ഇവിടെ എത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ ട്രക്കിങ് കൂടെ ചെയ്യാൻ പറ്റുന്നവർ വന്ന് നോക്കുക, വൈബായിരിക്കും. അതിൻ്റെ മുകളിലൊക്കെ പോയിട്ട് വേറെ ലെവലായിരിക്കും. ഈ പാറ കാട്ടി ഹൈറ്റ് ആ പാറ, അതിൽ നിന്ന് ഹൈറ്റ് അതാ ആ പാറ. അപ്പോൾ എന്തായാലും നമുക്ക് താഴോട്ട് തെറിയാം. പിന്നെ പൊടിയാ. ആ, ഞങ്ങൾ രണ്ടുപേരും പോയായിരുന്നു, ഇവരത് വന്നില്ല. ഇതാട്ടോ നമ്മൾ വന്ന വഴി. വീഡിയോ കാണുന്ന പോലെയല്ല, അത്യാവശ്യം നല്ല കുത്ത് ഇറക്കമാണ്. ഈ ഒരു കുത്ത് കയറ്റതാ ഇങ്ങനെ മേളിൽ കയറി പോയിട്ടാ അവിടെ എത്തിയത്. അവിടെ മല കണ്ടോ, വ്യൂ നോക്കിയേ, ഹെവി. ഞങ്ങൾ തിരിച്ച് നടന്നിറങ്ങി വണ്ടിയുടെ അടുത്തൊക്കെ വന്നേട്ടാ. ഗ്ലാസിൻ്റെ ഒക്കെ അവസ്ഥ കണ്ടില്ലേ, ഫുള്ള് പൊട്ടിയിട്ടാകെ സീനായി പോയി. അത് മാറ്റണം. വേറെ പ്രശ്നങ്ങളുണ്ടോയെന്ന് ചോദിച്ചാൽ ഒന്നും നോക്കിയിട്ടില്ല. അങ്ങോട്ട് താഴേക്ക് ഇറങ്ങിയിട്ട് നോക്കാം. ഇനിയും കപ്പുകൾ അടിക്കാനുള്ളതല്ലേ. ഇതാ നമ്മളെല്ലാം സെറ്റായി കേട്ടോ. ഇനി ഇറങ്ങാം. ഞങ്ങളിങ്ങോട്ട് വന്നപ്പോൾ ഫുള്ള് കയറ്റമായിരുന്നു, ഇനി ഫുള്ള് ഇറക്കുമായിരിക്കും കേട്ടോ. മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഉരുളൻ കല്ലുകളാണ്, വിത്ത് തെന്നൽ. നമുക്ക് നോക്കാം. ബ്രേക്ക് കട്ട് ചെയ്യാം. ഇറങ്ങിക്കോ. അമ്മച്ചിയേ, ഇതെന്തര്, നമ്മൾ ഇതാണോ കയറി വന്നേ?
ഇപ്പോൾ പോയേനെ. ഇറങ്ങുമ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ, പറഞ്ഞാൽ ഫുള്ള് കോൺസെൻട്രേഷനും തെറ്റിപ്പോവും. അയ്യോ അമ്മച്ചേ, അയ്യോ ഓ, പോയി. അതെ, വണ്ടിയുടെ മുകളിലല്ലേ വീണേ. അത് കുഴപ്പമില്ല കേട്ടോ. കുഴപ്പമില്ല ബ്രോ, കുഴപ്പമില്ല. ബ്രോവിൻ്റെ ചെയിൻ പോയി കേട്ടോ, ചെയിൻ വിട്ടു പോയിരിക്കുകയാണ്. അടുത്ത ടാസ്ക് ഫുള്ള് ടാസ്ക്കാണ്. ഇന്നത്തെ പണികളെല്ലാം സനൽ ബ്രോയ്ക്ക് കേട്ടോ. നടുപോയി, ചെയിൻ കക്കി. ബ്രോ ഒരു ടയർ എടുത്ത കേട്ടോ, മാക്സിസിൻ്റെ യൂസ്ഡ് ടയറാ, അത് ഗ്രിപ്പുള്ള മറ്റേ കട്ട ടയറാ. അപ്പോൾ വൻ ശോകം സാധനം കേട്ടോ, വേറെ ലെവല് ശോകം സാധനം. ആൻഡ് ചെയിനൊക്കെ സെറ്റാക്കി, സെറ്റല്ലേ. ഇവിടെ എത്തി കേട്ടോ. അപ്പോൾ നിങ്ങളെന്തായാലും ഉറപ്പായിട്ട് വന്നിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞത് 2-3 തവണ പറഞ്ഞെന്ന് തോന്നുന്നു. അതേപോലെ തന്നെ നിങ്ങളൊരു ഓഫ് റോഡ് ഭ്രാന്തനാണെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു റൂട്ട് വന്നിരിക്കണം കേട്ടോ. അടിപൊളിയാണ് റൂട്ട്. ഞാൻ ആദ്യമേ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഗേറ്റ് നോക്കി വെച്ചോ, മൗണ്ട് കാർമൽ എക്കോ പിൽഗ്രീം ടൂറിസം സെൻറ്റർ. ഇതിലേ അങ്ങ് പോയാൽ മതി, വിട്ടടിച്ചങ്ങ് പോയാൽ മതി, മേളിലെത്തും കേട്ടോ. നമ്മളെ വണ്ടിയെല്ലാം കയറിയിട്ട് തിരിച്ചിറങ്ങി ഞങ്ങൾ ഇനിയും എന്തായാലും ഉറപ്പായിട്ട് ഇവിടെ വരും കേട്ടോ. എല്ലാ പയ്യന്മാരൊക്കെ ആയിട്ട് പൊളിക്കാനായിട്ട് വരും. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് നേരെ ഫുഡൊക്കെ കഴിക്കണം. ആരും ഒന്നും കഴിച്ചിട്ടില്ല, വയറ് ഫുള്ള് കാലിയാണ്. ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ പരിപാടി ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ ചെറിയ വീഡിയോ ആണോ, എന്ത് വീഡിയോ ആയാലും വലുതായാലും ചെറുതായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോയിൽ பார்க்கலாம்.